അങ്ങനെ വീണ്ടും പാർട്ടി കെ സുധാകരനെ തഴയുന്നു എന്ന് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ സുധാകരനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ നടത്തുന്നുണ്ട്. അതിന് ഒരുപക്ഷെ സുധാകരന്റെ പ്രവർത്തികളും ഒരു കാരണമായിരിക്കും. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് പല ഘട്ടങ്ങളിലും പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ സുധാകരൻ തന്നെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതിനുദാഹരണമായി പറയുകയാണെങ്കിൽ BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ നിലപാട് സ്വീകരിക്കാത്തതും, മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എത്തുമ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട രീതിയിൽ സംസാരിച്ച് പാർട്ടിയെ കുഴപ്പത്തിലാക്കിയതും, എന്തിനേറെ പറയുന്നു കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ VD സതീശനെ കുറിച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വെച്ച് അസഭ്യ പരാമർശം നടത്തിയതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കെ സുധാകരന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയെ ദോഷകരമായി ബാധിച്ചിരുന്നു. നേതാക്കൾ വരെ സുധാകരൻ തങ്ങൾക്കൊരു ബാധ്യതയാണ് എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തവുമായിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ താൽക്കാലികമായി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറി നിന്നിരുന്നു. ഇപ്പോൾ ഈ പദവി തിരികെ നൽകുന്നതിൽ തീരുമാനം പിന്നീടാകാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് നേതാക്കൾ. ഇതോടെ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് MM ഹസൻ തുടരുന്നതാണ്. AICC-യിൽ നിന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്ന ശേഷം മാത്രം KPCC പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരന് കൈമാറിയാൽ മതിയെന്നാണ് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ നിർദ്ദേശിച്ചത്. ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുന്നതുവരെ MM ഹസൻ ഈ സ്ഥാനത്ത് തുടരാൻ സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ കെ സുധാകരൻ അടുത്ത ആഴ്ചയോടെ പദവിയിൽ തിരിച്ചെത്തുമെന്നാണ് അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കൾ പ്രതികരിക്കുന്നത്. പക്ഷേ പാർട്ടി നിലപാടുകൾ കെ സുധാകരന് അനുകൂലമാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പാർട്ടിക്കുള്ളിൽ നേതാക്കൾ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ ചുമതലകൾ തിരികെ ലഭിച്ചേ തീരുവെന്ന് AICC നേതൃത്വത്തോട് വാശി പിടിച്ച് പറയേണ്ടി വന്നിരുന്നു കെ സുധാകരന്. എന്നാൽ നിലവിൽ KPCC-യുടെ ചുമതല വഹിക്കുന്ന MM ഹസനാണ് ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യനെന്നായിരിക്കാം പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിലൂടെ വിലയിരുത്താനാവുക. നേരത്തെ തന്നെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ആശയവിനിമയത്തിൽ വോട്ടെണ്ണും വരെ ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായം ഉയർന്നിരുന്നു. അതായത് നേരത്തെ തന്നെ നേതാക്കൾ സുധാകരനെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനത്തോട് സുധാകരൻ യോജിച്ചിരുന്നില്ല. ഹസൻ തുടരട്ടെ എന്ന തീരുമാനവുമായി തന്നെ നേതാക്കൾ മുന്നോട്ടു പോയി. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് VD സതീശനും MM ഹസൻ തന്നെ ആ സ്ഥാനത്ത് തുടരണം എന്ന ഒരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആകെ കെ സുധാകരനെ അനുകൂലിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ കെ സുധാകരനെ മാറ്റി നിർത്തുന്നതിനോട് യോജിപ്പില്ലാത്ത ഒരേ ഒരു നേതാവ് അത് രമേശ് ചെന്നിത്തലയാണ്. VD സതീശനും KC വേണുഗോപാലും കെ സുധാകരൻ വേണ്ട എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ സുധാകരനെ മാറ്റി നിർത്തുന്നതിനോട് പക്ഷേ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തലയ്ക്ക് യോജിപ്പില്ല. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് കെ സുധാകരനെ കൂടെ നിർത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ. അതേസമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും KPCC അധ്യക്ഷ സ്ഥാനം തിരികെ നൽകാത്തതിലുള്ള അമർഷം കെ സുധാകരൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അധ്യക്ഷ സ്ഥാനം തിരിച്ചു കിട്ടാൻ വൈകുന്നതിനുള്ള നീരസം കെ സുധാകരൻ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെ അറിയിക്കുകയും ചെയ്തു. തീരുമാനം വൈകുന്നത് അനാവശ്യ വ്യാഖ്യാനങ്ങൾക്ക് ഇടയാക്കുമെന്നാണ് സുധാകരൻ വാദിക്കുന്നത്. ഇക്കാര്യത്തിൽ AICC വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് KC വേണുഗോപാൽ സുധാകരനെ അറിയിച്ചത്. എന്നാൽ താൽക്കാലിക സംവിധാനം മാറ്റാൻ കാലതാമസം എന്തിനെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. ഇടങ്കോലിടാൻ ചിലർ ശ്രമിക്കുന്നതായുള്ള സംശയം സുധാകരൻ വിശ്വസ്തരോട് പങ്കുവെക്കുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിലാണ് താൽക്കാലിക ക്രമീകരണം എന്ന നിലയ്ക്ക് MM ഹസനെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേൽപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തിരിച്ചു വരാമെന്നായിരുന്നു പ്രതീക്ഷയും. എന്നാൽ സുധാകരനെ വെട്ടാൻ കാത്തിരിക്കുന്നവർ അത് അവസരമാക്കുന്നുണ്ടെന്നാണ് വിവരം. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പല പ്രസ്താവനകളും ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സുധാകരനെ മാറ്റണം എന്ന വികാരമാണ് പല നേതാക്കൾക്കും ഉള്ളത്. അതിനൊരു അവസരമായി മറ്റുള്ളവർ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്.
ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം KPCCയുടെ ചുമതലയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ പല നേതാക്കളും ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായക്കാരാണ്. എന്തായാലും UDFനുള്ളിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സുധാകരനെ ഒതുക്കാനുള്ള നീക്കം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് കാലങ്ങൾ കഴിഞ്ഞാലും സുധാകരനെ ഇനി പാർട്ടി തന്റെ പഴയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. VD സതീശനും KC വേണുഗോപാലും ഒന്നിച്ചു ചേർന്ന് സുധാകരനെ പുറത്താക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞു. ഇനി ഇതിനെ പ്രതിരോധിക്കാൻ സുധാകരൻ ഏതു മാർഗം സ്വീകരിക്കും എന്നത് കണ്ടറിയണം. എന്നാൽ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് സുധാകരന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്ന്.